ഹായ്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കും പഴയ കീറച്ചാക്കും ഒരുപോലെയാണ് എന്നതിന്റെ തെളിവാണ് വയനാട്ടിലെ മുണ്ടക്കയിലെ ദുരന്തബാധിതർക്കായി നിർമ്മിച്ച ടൗൺഷിപ്പിന്റെ കൈമാറ്റം. കഴിഞ്ഞ മാർച്ച് 1-ാം തീയതിയാണ് 178 വീടുകളുടെ താക്കോൽദാന ചടങ്ങ് മുഖ്യമന്ത്രി ധൃതി പിടിച്ച് നിർവഹിച്ചത്. മുസ്ലിം ലീഗിനെ തോൽപ്പിക്കുക എന്നത് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ ലക്ഷ്യം. 178 വീടുകളുടെ താക്കോൽദാനമാണ് നടത്തിയത്. അന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് വിഷുവിന് മുമ്പ് മുഴുവൻ ആളുകൾക്കും അവിടെ താമസിക്കാൻ സൗകര്യത്തിൽ അതിൻ്റെ പ്രവൃത്തികൾ പൂർത്തീകരിക്കും എന്നാണ് പറഞ്ഞത്. എന്നാൽ വിഷു കഴിഞ്ഞിട്ടും ഒരു വീട്ടിൽ പോലും താമസിക്കാൻ കൊള്ളാവുന്ന വിധത്തിൽ അതിൻ്റെ പണി പൂർത്തീകരിക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. 40 വീടുകളുടെ മാത്രം പണികളാണ് ഏകദേശം പൂർത്തീകരിച്ചു എന്ന് അവകാശപ്പെടുന്നത്. പക്ഷെ ഇന്ന് നമ്മൾ വാർത്താ മാധ്യമങ്ങളിൽ കണ്ടത് ആ വീടുകളിൽ പലതിനും ചുമരുകൾക്ക് വിള്ളൽ സംഭവിച്ച് അവിടെ താമസയോഗ്യമല്ല എന്ന് അവിടുത്തെ ആളുകൾ പറയുന്നുണ്ട്. ഔഫൽ എന്ന് പറഞ്ഞ ചൂരൽമല സ്വദേശിയുടെ വീടാണ്. എന്താണ് മൊത്തത്തിലൊരു നിർമ്മാണം കാണുമ്പോൾ തോന്നുന്നത്? വേഗത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുകയാണ്. ഇപ്പൊ നമുക്ക് ഒരു പണിക്കാർ ഇവിടെ ഇല്ല. പക്ഷെ ഓരോ വീടിനും ഓരോ കംപ്ലൈന്റ് ആണ്. ഇതിപ്പോ എന്റെ വീടാണ്, എന്റെ വീടിന്റെ അവസ്ഥയാണ്. ഇതാ വിളിച്ച ഇത്ര അധികം വിണ്ടിട്ട് ഞാൻ ഇപ്പൊ തന്നെ ഇങ്ങനെ ഇനി ഞങ്ങൾ താമസം തുടങ്ങിയാൽ ഇനി എന്താവുന്ന ഒരു സ്ഥിതി. ആർക്ക് ഞങ്ങളിത് ഈ പരാതി കൊടുക്കണമെന്ന് ഞങ്ങൾക്ക് ഒരു കൊടുത്തുമില്ല. എന്നിട്ട് മേലെ അവരിപ്പോ ഒന്ന് കുറച്ച് തുറന്നിട്ട് അതിൽ എന്തോ ഡൗട്ടൊക്കെ വെച്ചിട്ട് റെഡിയാക്കാൻ നോക്കിക്കണേ. പക്ഷെ ഇതുവരെ നിന്നിട്ടില്ല. ആ ലീക്ക് ഇപ്പോഴും അത് കാണണം. ഇത് ഫേസ് 7 ഫസ്റ്റത്തെ 8ാമത്തെ വീടാണിത്. ഒരു പണി ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. കോടിക്കണക്കിന് രൂപ കയ്യിൽ വെച്ചിട്ട് എന്തിനാണ് ഈ പാവങ്ങളോട് മുഖ്യമന്ത്രി ഇത്ര ക്രൂരത ചെയ്തത്? അതുമാത്രമല്ല, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ധനസഹായമുണ്ട്, അതും ഇപ്പോൾ മാസങ്ങളായിട്ട് കിട്ടുന്നില്ല എന്ന പരാതിയാണ് അവിടുത്തെ ആളുകൾ പറയുന്നത്. ഇനി താമസിക്കാനുള്ള വീടിന് വേണ്ടി സമരം ചെയ്യേണ്ട ഗതികേടിലാണ് മുണ്ടക്കയിലെ ദുരന്തബാധിതരായ ആളുകൾ. എന്ത് ചെയ്യാം? മെയ് 4-ാം തീയതി വരെ കാത്തിരുന്നല്ലേ പറ്റൂ.